ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് എൻ്റെ ഒരു സ്വന്തം കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാം കേട്ടോ. ആരെങ്കിലുമൊക്കെ കേൾക്കാൻ വേണ്ടേ, എന്നാലല്ലേ ഒരു രസമുള്ളൂ ലൈഫിൽ. നല്ല കഥകളാകുമ്പോൾ നല്ല സുഖമല്ലേ കേൾക്കാൻ. ഒന്നോ രണ്ടോ ആൾക്കാർ കേട്ടാൽ തന്നെ, അവരെ കേൾപ്പിച്ചാൽ തന്നെ എനിക്കൊരു സന്തോഷമായി, സമാധാനമായി കേട്ടോ. ഇതെൻ്റെ ഒരു മുട്ടുവേദനയുടെ കഥയാണ്. മുട്ടുവേദന പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് കലശലായ മുട്ടുവേദനയായിരുന്നു. ലെഫ്റ്റ് ലെഗിലായിരുന്നു ഭയങ്കര വേദന. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ. പല മരുന്നുകളും ചെയ്യും. മരുന്ന് പറഞ്ഞാൽ ആയുർവേദവും ഫിസിയോതെറാപ്പിയും അതെല്ലാം ചെയ്ത് നോക്കി, യാതൊരു ഗുണവുമില്ല. വേദന കൂടുതലല്ലാതെ കുറയണില്ല. അപ്പോൾ അങ്ങനെ അടുത്തുള്ള ഒരു ഓർത്തോപീഡിക് സർജനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ ഇംപ്ലാന്റ് വെച്ചാൽ മതി, ഒരു ചെറിയ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കുക. ഇനി ഫർദറായിട്ട് ഡീക്കേ ആയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും, പിന്നെ മുട്ടിൻ്റെ ചിരട്ട തന്നെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വേറൊരു ഡോക്ടറെ കൂടി പോയി കാണാമല്ലോ എന്ന്. അദ്ദേഹവും അതെന്നെ പറഞ്ഞു. പിന്നെ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടു, തദൈവ. പിന്നെ എന്ത് ചെയ്യാനാ, അദ്ദേഹം പറഞ്ഞു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു, നമുക്ക് സർജറി നടത്താമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സർജറി ഇല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നോക്കിയാലോ. ആദ്യം വെയിറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കട്ടെ. വെയിറ്റ് ആണെങ്കിൽ 78 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. 78 kg. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ മോളുടെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യനെ കണ്ടു. അപ്പോൾ ആ കുട്ടി എനിക്ക് ഡയറ്റെല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. ഓരോ ആഴ്ചയ്ക്കാണ് തരാം. അങ്ങനെ ഒരാഴ്ച നോക്കിയപ്പോൾ 1/2 കിലോ കുറഞ്ഞു. വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും 1 കിലോ കൂടി കുറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഡയറ്റീഷ്യനിൽ ഭയങ്കര വിശ്വാസമായി. എല്ലാ ആഴ്ചയും രാവിലെ എണീറ്റാൽ ഫസ്റ്റ് ഡ്രിങ്ക് ഡിഫറെൻ്റ് ആയിട്ട് തരും. ഒക്കെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെ, വേറെ ഒന്നും വേണ്ട, പുറത്തുനിന്നുള്ള ഒന്നുമില്ല. പിന്നെ അവരുടെ ഡയറ്റിലാണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണ്, ഭക്ഷണം ക്രമീകരിച്ച് കഴിക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കതൊരു പ്രയാസമായിട്ട് തോന്നിയതേ ഇല്ല ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ 3 മാസം ഡയറ്റ് കണ്ടിന്യൂ ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് 78 70 കിലോ ആയിട്ട് കുറഞ്ഞു. കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്തതില്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു വെയിറ്റ് റെഡ്യൂസ് ആക്കാൻ സ്വന്തമായിട്ട്, പക്ഷേ നടന്നില്ല. പക്ഷെ ഒരു ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് പോയിന്ന് മാത്രമല്ല, എല്ലാ രീതിയിലുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ട്, ആവശ്യമില്ലാത്ത ഒന്നും പോകുന്നില്ല. ആ രീതിയിൽ വന്നപ്പോൾ ഇൻഫെക്ഷനും മാറി, മുട്ടുവേദനയും മാറി. ഈ മുട്ടുവേദന മാറിയെന്ന് ഇപ്പം ഞാൻ പറയണമെന്ന് ഇപ്പം നാളെ ഉണ്ടായിക്കൂടായികയില്ല. കാരണം ഡോക്ടർമാർ പറയണത് എക്സ്റേ നോക്കി ഡീജനറേഷനൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നാളെ അത് വന്നുകൂടായികയില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ അന്ന് ഡോക്ടർ എന്താ പറയണത് വെച്ചാൽ അതൊന്നും പോലെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം തീരെ വേദനയില്ലാത്ത സ്ഥിതിക്ക് നോർമലായിട്ട് നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഉറങ്ങാനും എല്ലാം പറ്റണതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആ മുട്ടുവേദനയെ പറ്റിയിട്ട് ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ആ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്ത ഓരോ കാര്യങ്ങളും എനിക്ക് അനുഭവത്തിൽ വന്നു തുടങ്ങിയതുകൊണ്ട് അത് നിങ്ങളോട് കൂടിയിട്ട് ഒന്ന് പറയണം വിചാരിച്ചു. എനിക്ക് പിന്നെ വേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് മരുന്നൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരുന്നു. ഡയബറ്റിക്കിനുള്ള മരുന്നോ പിന്നെ ഹൈപ്പർ ടെൻഷനുള്ള മരുന്നോ അങ്ങനെയുള്ള മരുന്നുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ തീരെ ഒരു മരുന്നും കഴിക്കുന്നില്ല. ഒരു കാൽഷ്യം ടാബ്ലറ്റ് പോലും കഴിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഒന്നും കഴിക്കുന്നില്ല. ഈ ഡയറ്റ് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കാതിരിക്കില്ല. പക്ഷേ ഇപ്പോൾ ആസ് ഓൺ ടുഡേ ഐ എം ഓക്കെ. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത ആരോടെങ്കിലുമൊക്കെ പറയണ്ടേ ഞാൻ, അതൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കഥ കേട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എൻ്റെ സ്റ്റോറി കേൾക്കണം, ലൈക്ക് തരണം. അതൊക്കെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാം കേട്ടോ. ഞാൻ അതൊക്കെ ചെയ്യുന്നുള്ള വിശ്വാസം തോന്നണുണ്ട് എനിക്കിപ്പോൾ. കാരണം എന്നെ ഒരുപാട് പേര് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കഥ ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരും പക്ഷെ നെഗറ്റീവായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം കേട്ടോ.